ചിലങ്കി നിന്റെ താളം രാസലാസ്യ താളം ധും ധും തന ധും തന നന ധുന്ന ധുന്ന ചിലങ്കി നിന്റെ താളം രാസലാസ്യ താളം ധും ധും തന നന ധുന്ന ധുന്ന ചിലങ്കി നിന്റെ താളം സനിത നിദപ സ സനിത നിദപ ഗമ പദ ഗമ പമ പദ മ പദ പദ നിധ നിജ നിജ സ നീല നീൽ ഇന്ദരമാം രാജമന്ദിരത്തിൽ ഏകാന്തരാത്രിയിൽ കാമദേവൻ വരും എന്റെ സുന്ദരമാം രാജമന്ദിരത്തിൽ ഞാൻ ഒരുങ്ങും ചന്ദനമണിയറയിൽ ഞാൻ ഒരുങ്ങും ചന്ദനമണിയറയിൽ കൊഞ്ചും കുളിരിൽ ചന്ദനലതയ ആയിരം ജതികൾ തൻ സ്വരമായി ഉണരുമി ധും ധും തന നന ധുന്ന ധുന്ന ചിലങ്കി നിന്റെ താളം രാസലാസ്യ താളം ധും ധും തന നന ധുന്ന ധുന്ന ചിലങ്കി നിന്റെ താളം സനിപ ഗമപ സനിപ ഗമപ സനിപ സനിപ ഗമപ സനി സനിപ പദ ധനി നി നി സ സനി സമ ഗമ പമ മ പദ പ പദ നിധ ധനി സനി സ ധനി സനി സ ധനി സ നീല നേത്രങ്ങളും നിത്യദാഹങ്ങളും നിന്നെ ഞാൻ തഴുകും ചന്ദ്രനീതങ്ങളിൽ നീല നേത്രങ്ങളും നിത്യദാഹങ്ങളും നിന്നെ ഞാൻ തിരയും ചന്ദ്രതീർത്ഥങ്ങളിൽ എൻ വികാരം വളർത്തും മണിനാഗത്തിൻ എൻ വികാരം വളർത്തും മണിനാഗത്തിൻ നഗ്ന ശിരസിൽ നർത്തനമാടും ആയിരം നഖങ്ങളാൽ കൊത്തിയുണർത്തും ധും ധും തന നന ധുന്ന ധുന്ന ചിലങ്കി നിന്റെ താളം രാസലാസ്യ താളം ധും ധും തന നന ധുന്ന ധുന്ന ചിലങ്കി നിന്റെ താളം ധും തന നന ധുന്ന ധുന്ന തന ധും തന നന ധുന്ന ധുന്ന തന ധും തന നന ധുന്ന ധുന്ന ചിലങ്കി നിന്റെ താളം. ശിവാനി ചേച്ചി എന്ത് രസായിട്ടാ പാടിയേ, എന്ത് പറ്റിയിടക്ക്? എനിക്ക് അറിഞ്ഞൂടെ, ബ്ലാങ്ക് ആയിപ്പോയി പെട്ടെന്ന്. ആണോ? പക്ഷെ അതിനു മുന്നേ ഇടയ്ക്ക് നീ ട്രൈ ചെയ്യുന്ന ആ ബീജ് വന്ന സമയത്ത് ഇങ്ങനെ പാടി നോക്കുന്നുണ്ടായല്ലോ. അറിയില്ല, പെട്ടെന്ന് എനിക്ക് ഫസ്റ്റ് ആ ദുംതനച്ചിലെങ്കിൽ തുടങ്ങിയ ഒരു ചെറിയ സാധനം എന്തോ വേറെ എന്തോ ആണ് പാടുന്നത്. അതിപ്പോ ഇന്ന് പോയത് എന്റെ കയ്യിൽ നിന്ന്. ഇങ്ങനെ പോയിന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഇപ്പൊ പോയിന്ന്. ഓക്കെ, ചോദിക്കാം നമുക്ക്. ശരത് സർ. ശിവാനി സാർ നന്നായിട്ട് പാടി ശിവാനി. താങ്ക് യു സാർ. അതൊക്കെ മറവിയൊക്കെ നമുക്ക് എല്ലാവർക്കും ഉള്ളതൊക്കെ അല്ലേ അല്ലേ? പഠിച്ചതാ, പക്ഷെ അത് ഇങ്ങനെ പോയി എന്നൊരു ഐഡിയ ഇല്ല. എങ്ങനെ പോയി അറിയില്ല. അത് എനിക്ക് വെള്ള പേപ്പർ പോലെ പോയി എന്റെ ബ്രെയിൻ. വണ്ടർഫുൾ. ഇറ്റ് ഹാപ്പൻസ്. കുഴപ്പമില്ല, ഇനിയെങ്കിലും വല്ലതും ഒക്കെ എഴുതി വെക്കണം അതിന്, ആ വെള്ള പേപ്പറിന് കേട്ടോ. ഓക്കെ സാർ. ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു, അത് മറന്നോന്ന് നോക്കട്ടെ. ഇത് തോമസ് ലീഹ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിലെ പാട്ടാണ്. രവീന്ദ്ര മാഷാണ് സംഗീതം. ആരാണ് രവീന്ദ്ര മാഷോ ഈ പാട്ടോ? സോറി. പിന്നെ
ആരാ? അല്ല, സലിൽ ചൗധരി സാറാണ് സംഗീതം. എന്റെ മാമനാണ്, അറിയാമല്ലോ. അയ്യോ സോറി സാർ. അറിയോ? ഇല്ല. ആ പിന്നെ പറഞ്ഞുതരാം ഞാൻ. ലിറിക്സ് എഴുതിയേക്കുന്നത് വയലാർ രാമവർമ്മ സാറാണ്. പാടിയേക്കുന്നത് വാണിജ്യറാമ. ഓക്കെ. വെള്ള പേപ്പറേ നന്നായിട്ട് പാടി കേട്ടോ. അന്നൊരു ഇത് എന്താണ് അതിനൊരു കൺഫ്യൂഷൻ? ആ ലാസ്യതാളം എവിടെ പോയി എന്നുള്ളത് എനിക്ക് ഒരു ഐഡിയ. ഇപ്പൊ ഒന്ന് പാടി നോക്കി, ഇപ്പൊ കിട്ടും. അത്രേ ഉള്ളു. ഇതിന് കിടന്ന് വെള്ളം കുടിച്ച് വേറെ ഏതാണ്ടൊക്കെ പാടി. താളം ഠും താളം ഠും താളം ഠും ഡും ഡട താളം എന്തൊക്കെയായിരുന്നു ബഹളം. അല്ല ചുമ്മാ അതെങ്ങനെ പോയത് എനിക്കറിയില്ല. അത് പോയപ്പോ പിന്നെ ഞാൻ ആലോചിക്കുന്നത് അത് ഇമ്പോർട്ടന്റ് താളം ആ താളം അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അതെങ്ങനെ നീ മറന്നു? അതാണ് എനിക്ക് താളം താളം അവസാനം ഞങ്ങൾക്കൊരു ഡൗട്ട്, നമ്മള് കേട്ട് പഠിച്ചു വെച്ചത് തെറ്റാണോ? കുഴപ്പമില്ല കുഴപ്പമില്ല കേട്ടോ. ആ പിന്നെ എന്റെ സുന്ദരമാം, അത് നമുക്ക് സുന്ദരമായിട്ടൊന്ന് പാടിയാലോ? രണ്ടാമത്തെ സുന്ദരമാം. ആ മതി മതി, അതൊന്ന് കുറച്ചങ്ങ് സന്തോഷിച്ച് പാടും. ഓ സുന്ദരം സുന്ദരം ഒന്ന് ക്ലിയർ ആക്കുക കേട്ടോ. ഇപ്പൊ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടല്ലോ. സുന്ദരം അതേ ഉള്ളൂ. അതൊക്കെ പ്ലെയിൻ മുട്ട പോലെ ആവുന്നത് പാടി പാടി. പിന്നെ ഉള്ള സ്വരം ഈ ഒരു സംശയ നിഴല് വന്നതിന് ശേഷം ശിവാനിയുടെ കോൺഫിഡൻസ് അങ്ങ് പോയി. മൈനസ് ഡിഗ്രി ആയിരുന്നു. ആ മൈനസ് അല്ലേ, എന്നാലും പിടിച്ചെടുത്തല്ലോ. ഇത്രയൊക്കെ പാടിയില്ലേ, അത് വലിയ കാര്യമാണ് കേട്ടോ. നമ്മളൊക്കെ മെമ്മറി പോയാൽ പിന്നെ മറ്റേ സ്ട്രക്ചറിൽ എടുത്തോണ്ട് പോയാൽ മതി. ഇത്രയൊക്കെ നിന്ന് പാടിയില്ല കട്ടയ്ക്ക്. അത് നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും വേറെ പല പാട്ടുകളും പാടി ലിറിക്ക് ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിലൊക്കെ അവരോട് താങ്ക്സും സ്നേഹമൊക്കെ എപ്പോഴും ഉണ്ടാവണം. അത്രേ ഉള്ളൂ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. എങ്ങനെ ഈ രവീന്ദ്ര മാഷിന്റെ പാട്ട് എടുത്തോണ്ട് വന്നു? സാർ അങ്ങനെ പറയല്ലേ, എനിക്കൊന്നും തലയിൽ എന്നൊന്നും ഇല്ല ഇപ്പൊ. എടാ ഇത് ഞാൻ ആരാന്നറിയാമോ? അതറിയാം. ആരാ? ശരത് സാർ. ഓ ഗ്രേറ്റ്. എനിക്ക് ഇതിൽ കൂടുതൽ എന്ത് വേണം? ഐ ലവ് യു മൈ ഡാർലിംഗ്. മതി. താങ്ക് യു സർ. എം ജി സർ. ശിവാനി സാർ, ഞാൻ പറഞ്ഞില്ലേ എന്റെ മാമനാണെന്ന്. സത്യവാ. ഇവിടെ എല്ലാവർക്കും അറിയാം. ഞങ്ങൾ വളരെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ് ആണ്. ഇവർക്ക് ആർക്കും അറിഞ്ഞൂടാ, ഇവിടെ ഇരിക്കുന്ന ആർക്കും അറിഞ്ഞൂടാ. കാരണം എന്റെ ജീവന്റെ ജീവനാണ് സലിൽദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കിണറ്റി ചാടാൻ പറഞ്ഞാലും ചാടണം. ഓ ഒരു രക്ഷയില്ല. കാരണം യുണീക്ക് ആയിട്ടുള്ള കമ്പോസിഷനാണ്. യുണീക്ക് കമ്പോസിഷൻ. നമ്മൾ അദ്ദേഹത്തിനെ പോലെ കോപ്പി അടിച്ചാൽ എല്ലാരും പറയും അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ പാട്ടിനെ കോപ്പി. അല്ല അങ്ങനെ കോപ്പി അടിക്കാൻ പറ്റത്തില്ല, ഭയങ്കര വൃത്തികേടായിരിക്കും. നമുക്ക് രാജാ സാറിന്റെ പാട്ട് നമുക്ക് ഏകദേശം അടിച്ചു മാറ്റി എന്തെങ്കിലുമൊക്കെ ചെയ്യാം പലരുടെ. പക്ഷേ സലിൽദയുടെ പാട്ട് എടുത്ത് വെച്ച് നമ്മൾ ആരെങ്കിലും അതേ രീതിയിൽ വേണമെന്ന് പറഞ്ഞ് എനിക്ക് അനുഭവമുള്ളതാണ്. പല പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും പറയും ഇതുപോലൊരു സലിൽദയുടെ പാട്ട് പോലെ ഒരു പാട്ടെന്ന് പറയും. അവസാനം അത് തന്നെ ആയിരിക്കും. അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റില്ല. ഓ എന്താ പാട്ടുകൾ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷമവും അത് തന്നെയാണ്. കാരണം ഒരു പാട്ട് പോലും എനിക്ക് പാടാൻ പറ്റില്ല. സ്വന്തം മാമനായിട്ട് പോലും. സത്യം. കാരണം എനിക്കറിയാവുന്ന ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് എല്ലാം റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ 83-ലാണല്ലോ ഞാൻ തുടങ്ങുന്നത്. 1983-ലാണ് ഞാൻ ആദ്യമായിട്ട് പാടുന്നത്. അന്ന് തൊട്ട് ഒരുപാട് റെക്കോർഡിങ്സിനും ബാക്കിയെല്ലാം പോകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ കഥയുടെ ഡിസ്കഷന് പോകുമ്പോഴത്തേക്കും ഞാൻ പറയാറുണ്ട് സലിൽദ ഒന്ന് ഇടുവോ എന്ന് പറയാറുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, എനിക്ക് അതിനകത്ത് 5 പാട്ടുണ്ടെങ്കിൽ ഒരു പാട്ട് എനിക്ക് കിട്ടുമല്ലോ. അപ്പൊ അതിനകത്ത് ഒരു പാട്ടെങ്കിലും പാടാൻ പറ്റുമല്ലോ. നടന്നില്ല വെച്ചേ. എന്തായാലും മോള് പാടിയതിപ്പോ അണ്ണാച്ചി പറഞ്ഞ ഈ സംഭവം തന്നെയാണ്. കൈവിട്ട് പോയി കഴിഞ്ഞാൽ പോയി. പിന്നെ ആ താളം എന്നെ ഞെട്ടിച്ചളഞ്ഞു കേട്ടോ. അയ്യോ അത് ആ താളം വല്ലാത്തൊരു താളമായിപ്പോയി. കാരണം ഇതുവരെ ഞാൻ കേൾക്കാത്തൊരു താളം, ഒരു പുതിയ താളം. പിന്നെ എന്തായാലും ആ തെറ്റെടുത്തുനിന്ന് വീണ്ടും നമ്മുടെ കൂട്ടുകാരിൽ നിന്ന് എല്ലാവരും കൂടെ അല്ലേ നിങ്ങളെല്ലാവരും ഹെൽപ്പ് ചെയ്ത് നല്ലൊരു കൈയടി കൊടുക്കുക. അപ്പോൾ അത് പോയി, അത് മാറ്റിയെടുത്തു. പിന്നെ ഈ നീല നേത്രങ്ങളും അവിടെയും പോയി കേട്ടോ. ഞാൻ തിരയുന്നുള്ളതിന് പകരം വേറെന്തോ ആദ്യം പാടി. അതെ, അത് കഴിഞ്ഞിട്ട് പിന്നെ തിരയൊന്ന് പാടി. പിന്നെ ഈ സ്വരങ്ങൾ പാടുന്ന ഇപ്പൊ പറഞ്ഞതുപോലെ സനിത നിതപ സനിത നിതപ എന്നുള്ള കുറച്ച് മെലഡി വരും. സനിത നിതപ സനിത നിതപ
ഗമപഗ ഗമപ മപദ അങ്ങനെ ആ ഒരു നല്ലൊരു മെലഡി കൊണ്ടുവരാൻ ശ്രമിക്കണം കേട്ടോ. ഈ സ്വരത്തില് നല്ല അടിച്ചു തന്നെ പാടിയാൽ കൂടി കുറച്ച് മെലഡി കൊണ്ടുവരണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു സർ. ചേച്ചി ശിവാനി ചേച്ചി നല്ല സുന്ദരിയായിട്ടുണ്ട് കാണാൻ. നല്ല കളർ. ഇത് ഓറഞ്ച് എന്ന് പറയാമോ ഇതിന്? ഇത് ബേൺഡ് ഓറഞ്ച്. ബേൺഡ് ഓറഞ്ച്. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കാണാൻ. നല്ല സുന്ദരിയായിട്ടുണ്ട്. തുടക്കം മുതൽ അവസാനം വരെ ആൾക്ക് എന്തോ ഒരു ടെൻഷൻ ഉള്ളിൽ തോന്നി എനിക്ക്. ഈ കേറുന്നതിന്റെ മുന്നേ ആ താളം അങ്ങ് പോയി. അങ്ങ് പോയി. പിന്നെ ഫുള്ള് അതിനകത്തായി. അത് കിട്ടാണ്ടായപ്പോ പിന്നെ മൊത്തത്തിൽ പോയി. ഷെടാ എന്ത് ചെയ്യാം. ഇതുവരെ കുഴപ്പമുണ്ടായിരുന്നില്ല. റൂമിങ്ങിന് കുഴപ്പമുണ്ടായിരുന്നില്ല. ചില സമയത്ത് സംഭവിക്കും ഇങ്ങനെ, നമ്മൾ മറന്നുപോകും. ഇതിപ്പോ പ്രിപ്പയർ ചെയ്ത് വന്നതാണെന്നുള്ളത് കണ്ടാൽ അറിയാം. നല്ലോണം പ്രിപ്പയർ ചെയ്തതാണ്. എന്റെ ബെസ്റ്റ് ഞാൻ കൊടുക്കണം എന്ന് വിചാരിച്ചാണ്. ഞാൻ ശിവാനി ആദ്യം കണ്ടപ്പോ ഞാൻ കോൺഫിഡന്റ് ആയിരുന്നു, ആള് നല്ലോണം പ്രിപ്പയർ ചെയ്ത് വന്നത്. പക്ഷെ ചില സമയത്ത് നമുക്ക് അങ്ങനെ സംഭവിച്ചു പോകും. അത് ബ്ലാങ്ക് ആയി പോകും. ഇറ്റ്സ് ഓക്കെ, നമുക്ക് അതൊക്കെ മറക്കാം. ഇതിൽ വേറെ ഒന്നും പറയാനില്ല. എല്ലാവരും പറഞ്ഞു. മോളുടെ വോയിസ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അത് പാടുമ്പോൾ നല്ല സ്വീറ്റുമാണ്. ഇതിൽ ഈ ഒരു പ്രോബ്ലം വന്നുപോയി, അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആളുടെ കംപ്ലീറ്റ് കോൺസെൻട്രേഷനും അങ്ങ് പോയി. നമുക്കെല്ലാം തിരിച്ചു പിടിക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. ഓക്കെ, 8.1. താങ്ക് യു ചേച്ചി. താങ്ക് യു ചേച്ചി. ശരത് സർ. ഇനി മറക്കുവോ? ഇല്ല മറക്കണം. അല്ല, മറക്കണം. നன்றி മറപ്പത് നன்றன்று, നன்றല്ലാതെ അன்றേ മറപ്പത് നன்று. ഓ നോ. താങ്ക് യു സർ. ഓക്കെ, എം ജി സർ. എന്റെ മാമന്റെ പാട്ടായതുകൊണ്ട് ഐ എം ഗിവിംഗ് യു 8.3. താങ്ക് യു സർ. സോ ടോട്ടൽ 16.4. താങ്ക് യു. Ni pa maga